നഗരസഭാ ബജറ്റ് അവതരണത്തിന് ശേഷം ജനം ടിവിയോട് പ്രതികരിച്ചു ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ ആഗ്രഹിച്ച ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ഡെപ്യൂട്ടി മേയർ വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രതിനിധി MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരസഭയുടെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം ഡെപ്യൂട്ടി മേയർ ആശാനാഥ് നമ്മോടൊപ്പം ചേരുകയാണ്. സമസ്ത മേഖലയും തൊട്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരണം അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന മുഖം അതെന്താണെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട്, പദ്ധതികൾ അത് തന്നെയാണ് ആ ഒരു ബഡ്ജറ്റ് അവതരണത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചതും. ഇപ്പോൾ എന്നോടൊപ്പം ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ചേരുകയാണ്. എല്ലാ മേഖലയും തൊടുന്ന മികച്ച തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം, നമുക്കറിയാം കൃത്യമായിട്ടുള്ളൊരു പഠനം നടന്നിട്ടുണ്ട്. അത് ആ ബഡ്ജറ്റ് അവതരണത്തിലും വ്യക്തമായി. തീർച്ചയായിട്ടും ഞങ്ങളിത് കുറേ നാളുകൾ ഞങ്ങൾ വിജയിച്ച് നഗരസഭയിൽ വന്ന അന്ന് മുതൽ, കാരണം നമുക്കറിയാം ബഡ്ജറ്റ് വരാൻ പോകും, അന്ന് മുതൽ ഞങ്ങളുടെ മനസ്സിൽ ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായി ഒരുപാട് ആളുകളുടെ സജഷൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കൗൺസിലേഴ്സിൻ്റെ ഉൾപ്പെടെ നിരവധി മേഖലയിലെ വിദഗ്ധരുമായിട്ടൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ഇതിന് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയായിരിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. ശുചിമുറികൾ അത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. അതിൽ 200ഓളം ശുചിമുറികൾ. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ടി സംസാരിച്ച ഒരുപാട് ആളുകൾ സൗജന്യമായിട്ട് തന്നെ ചെയ്തു തരാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഭരിച്ചു കൊണ്ടിരുന്ന ഭരണസമിതിക്ക് ചെയ്യാൻ സാധിക്കാത്തത് അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഞങ്ങളെങ്കിലും ചെയ്തു തരും എന്ന രീതിയിൽ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത്രയും ഇങ്ങനൊരു പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ സന്തോഷമായിരിക്കും. കാരണം എല്ലാവരും ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് ഈ ശുചിമുറികൾ. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് ഇസ്പോർട്ട് വരെ പോകുമ്പോൾ പലർക്കും എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ ഒരു ശുചിമുറി ഇല്ല. അപ്പോൾ ഞങ്ങളൊരു ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുത്തതുപോലെ ഒരെണ്ണം ചോദിച്ചപ്പോൾ ഞങ്ങൾ 200 എണ്ണമാണ് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യമാണ് വയോജനങ്ങളുടെ. തിരുവനന്തപുരം നഗരത്തിൽ ഈ മക്കളൊക്കെ ജോലി ചെയ്യുന്നവരാണ്. പകൽ സമയത്ത് ഈ വയോജനങ്ങൾ മാത്രം വീട്ടിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്കായിട്ടൊരു പകൽ സമയങ്ങൾക്കായിട്ടൊരു ഭവനം, ഒപ്പം തന്നെ അവരുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനുമായിട്ടുള്ള ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ എല്ലാ മേഖലയും കുട്ടികൾക്കുള്ളത്. അതുപോലെ തന്നെ കൃഷിക്ക് അതിലേറ്റവും ശ്രദ്ധേയമായി തോന്നി എനിക്ക് തോന്നി കൃഷിയാണ്. അത് ഈ നഗരത്തിൽ തന്നെ നമ്മൾ അതിനുള്ളൊരു പദ്ധതി, അതുപോലെ കാനനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അത്തരത്തിലുള്ളൊരു വികസനമായിട്ടുള്ളത് നഗരത്തിന് വേണ്ടതും ഒപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതും എല്ലാ മേഖലയും സംരക്ഷിക്കുന്ന തരത്തിൽ. അപ്പോൾ കൗൺസിലർമാരുടെ നിന്നൊക്കെ വലിയ തരത്തിലുള്ളൊരു പിന്തുണ കൂടിയാണ് നമ്മൾ കിട്ടിയത്. ഹർഷാരവമാണ്. തീർച്ചയായിട്ടും എല്ലാ കൗൺസിലർമാരുടെയും പിന്തുണ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒരു ഇതിന്, കാരണം അവർക്ക് എല്ലാവരുടെയും മനസ്സിൽ ബഡ്ജറ്റ് മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബഡ്ജറ്റിന് വേണ്ടി ഏറ്റവും നല്ല ഓരോ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഏറ്റവും നല്ല തിരുവനന്തപുരം അവരവർക്ക് എന്ത് വേണമെന്നല്ല അവർ ചിന്തിച്ചത്, തിരുവനന്തപുരം ജനതയ്ക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞാണ് ഓരോ കൗൺസിലർമാരും അവരുടെ നിർദ്ദേശങ്ങൾ തന്നത്. ഇതിൽ എല്ലാ കൗൺസിലർമാരുടെയും നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. തീർത്തും സന്തോഷത്തിലാണ്, ഒരുപാട് സന്തോഷത്തിലാണ്. തീർച്ചയായും ആശാനാഥിൻ്റെ വാക്കുകളിൽ നിന്ന് അതുതന്നെയാണ് പ്രകടമായിരിക്കുന്നത്. ആ സന്തോഷത്തോടു കൂടി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി അത് നടപ്പാക്കുന്നതിനുള്ള കാഴ്ച തന്നെയാകും നമുക്ക് കാണാൻ സാധിക്കുക.